ഹലോ ഫ്രണ്ട്സ്, വാഗമൺ സ്റ്റോഴ്സിൻ്റെ പുതിയൊരു വ്ളോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് ചെങ്കോട്ടയിലാണ്, അതായത് റെഡ് ഫോർട്ടിൽ. നമ്മൾ റെഡ് ഫോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ആക്സസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. വേറെ എന്ന് വെച്ചാൽ നമുക്ക് ടാക്സി അങ്ങനത്തെ ആവശ്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് അവരോട് ഇങ്ങോട്ട് വന്നാലോ എന്ന് പറയാൻ നിൽക്കുമായിരുന്നു. കാരണം ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് മറ്റേ നമ്മുടെ ജുമാ മസ്ജിദും തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ അകത്ത് കയറി പറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും മറ്റേ ഓൺലൈൻ ടിക്കറ്റ് എടുക്കണം കേട്ടോ, കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീൻ അറ്റ്മോസ്ഫിയറാണ്. എല്ലാ ബിൽഡിങ്സും കണക്റ്റഡ് ആണ്. ഏകദേശം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ബിൽഡ് ചെയ്തേക്കണതൊക്കെ. നമ്മുടെ മറ്റേ കുത്തബ് മിനാറിന്റെ ഇതിൻ്റെ അകത്തേക്ക് പോണ പോലെ തന്നെ സെയിം എഫക്റ്റ്. എല്ലാം ഇതുപോലൊരു വാതിൽ കടന്ന് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. റെഡ് ഫോർട്ട് നമ്മൾ ഇതുവരെ കണ്ടൊരു സംഭവമല്ല കേട്ടോ, വെറുതെ പക്ഷെ ഒരുപാടുണ്ട്. തോന്നുന്നില്ല ഇന്നൊരു ദിവസം കൊണ്ട് തീരണ ഒരു സാധനം. മിനിമം 1 ഡേ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടു തരാനായിട്ട് മാത്രം. അത്രയും വലുതാട്ടോ ഇത്. താജ്മഹലും കുത്തബ് മിനാറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് മണിക്കൂറുകളോട് കണ്ടു തീർക്കാം. പക്ഷെ ഇത് ഒരുപാട് എക്സ്ട്രീം വൈൽഡാണ്. എൻ്റെ മോനെ എടാ, ഈ മ്യൂസിയത്തിൻ്റെ പാസ് ഞാൻ എടുത്തില്ല കേട്ടോ, അത് എടുക്കേണ്ടി വരും. ഇതിൻ്റെ പാസ് ഞാൻ എടുക്കാൻ വിട്ടുപോയി, അതെന്തായാലും എടുക്കേണ്ടി വരും ഒന്നൊരു. പണ്ടത്തെ ലിഫ്റ്റ്, ഓ മോനെ സീൻ. ഇതൊരു വണ്ടി എടുത്താൽ മാത്രമേ കണ്ടു തീരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. ഇതിലിപ്പോൾ ഏതാണ് എന്താണെന്നൊന്നും മനസ്സിലാവണില്ല. എന്തായാലും മുമ്പോട്ട് കയറി ചെല്ലുവാണ്. ഇതുവരെ ടിക്കറ്റ് സ്കാൻ ചെയ്തോന്നും നോക്കിയിട്ടില്ല ഒരു സ്ഥലത്തും. വെറുതെ ഇതൊരു ഓട്ടോറിക്ഷ വിളിച്ചാണെന്ന് കാണാനുള്ള സംഭവമുണ്ട്. ഇത് വലിയൊരു പാലസാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് കോട്ട മധുരെന്നൊക്കെ പറഞ്ഞാൽ ഉപകാരമായ മധുരകൾ. എന്ന് പറയണത് ഇത്രയും എന്താ പറയണത്, കിട്ടുന്ന കൊണ്ടുള്ള കുറെ സംഭവങ്ങളുണ്ടോ. ശരിക്കും അതെനിക്ക് എന്താ മനസ്സിലായതാണ്. ഇതിന് ഓരോന്നിന്റെ അതിൻ്റെതായ ഭംഗിയുണ്ട്. ഒന്നൊന്നിനും മെച്ചം തന്നെ പറയാം. താജ്മഹൽ ഇപ്പം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കവാടത്തിൻ്റെ നേരെ കടന്ന് നമ്മൾ കയറിച്ചാണ് നിന്നത്. സത്യം പറഞ്ഞ അവരെ പോലെ തന്നെ ഞാനും ശരിക്കും ടയർഡായി പോകുന്ന ഒരു ഫീലിലാണ് ഇങ്ങോട്ട് വന്നത് കയറിയത്. പക്ഷെ വെറുതെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവും. കാണാൻ ഒരുപാടുണ്ട്, അത്യാവശ്യം നടക്കാനുള്ളതുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നൊന്ന് പറഞ്ഞ് ഓരോ ഗേറ്റ് കയറി കടന്നു വന്നപ്പോഴത്തേക്കും ആ ഒരു ക്ഷീണമൊക്കെ പോയി. അതെന്താണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ് കാരണമായിരിക്കാം. ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാലും ഇവിടെ കിടിലനുണ്ട് ശരിക്കും. നല്ല അടിപൊളിയാണ് കാണാൻ. ഒരു പക്ക ഒരു വലിയൊരു നമ്മുടെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിനേക്കാളും വലുതാണ്. ഹിൽ പാലസ് ഒരു ചെറിയ ഏരിയ അല്ലേ ഉള്ളൂ. ഇത് പക്ഷെ ഭയങ്കര വാസ്റ്റായിട്ട് എന്താ പറയുക, വിശാലമായിട്ട് കിടക്കുകയാണ്. പക്ഷെ നമ്മൾ കടന്നു വന്ന ഗേറ്റ് ഉണ്ടോ, ആ കാണുന്ന ഗേറ്റ് നമ്മൾ കയറാൻ പോകുന്നത്. ഒന്നാ പിടിച്ചോ, നല്ല കിട്ടിലനുണ്ടല്ലേ. നല്ല ഓരോന്നും ഉണ്ടാക്കി വെച്ചാണ് അതിൻ്റെ ഒരു സംഭവം കാണണം. പിന്നെ എന്താ ബാക്ക് സ്റ്റോറീസൊന്നും എനിക്ക് അറിയാൻ പാടില്ലെങ്കിൽ പോലും ശരിക്കും ഇത് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് നിർമ്മിച്ചതും ഷാജഹാനാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് ഏറ്റവും വലിയൊരു അധികാരം, അതായത് കേരളം എന്നല്ലോ, ഇന്ത്യയും പാകിസ്ഥാനും അതുപോലെ ഒരുപാട് രാജ്യങ്ങളടങ്ങുന്ന ഒരു വലിയൊരു സ്ഥലമായിരുന്നല്ലോ പണ്ട്. ആ ഒരു സ്ഥലത്തിന് ഒരു മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നു. ആ സാമ്രാജ്യത്തിൻ്റെ ഇത് നമ്മുടെ ഷാജഹാന് കിട്ടിയപ്പോൾ ഷാജഹാൻ ഇതിനൊരു അസറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണിത് ഒരു ആണത്.
ഈ ഇവിടെ ഇരുന്നായിരുന്നു ഷാജഹാൻ നമ്മുടെ പാവപ്പെട്ട പലരുടെയും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കണത്. എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. അപ്പം ഇതല്ലാന്നുണ്ടെങ്കിൽ എന്നെ തിരുത്തണം. ഉണ്ടാക്കി വെച്ചേക്കണ പോലെ തന്നെ ഇതുണ്ടാക്കിയപ്പോൾ പുള്ളിക്ക് എന്താ വാശി ഉണ്ടായിരുന്നു. ഇതുപോലെ പറഞ്ഞാൽ വേറെ ആരും പണിയരുതെന്നുള്ളൊരു വാശി. അതുകൊണ്ട് അത്രയും കംപ്ലീറ്റ് ആയിട്ടാണ് ആ ഒരു പണിത് വെച്ചത്. ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ, വെറുതെ സീനാണ്. പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു, പാട്ടൊക്കെ കേൾക്കണ്ടേ. നമുക്ക് ഈ പാട്ടൊക്കെ ഇത് മൊത്തത്തിലെന്ന് വെച്ചാൽ ഇതിൽ നടക്കുമ്പോൾ ശരിക്കും ഒരു ഉള്ളിൽ ഭയങ്കര ഒരു ഗ്രേസ്ഫുൾ ആയിട്ടൊരു ഫീലിംഗ് ആണ് ശരിക്കും തോന്നുന്നത്. എവിടെയോ എന്നെ പറയണത് ഭയങ്കര ഒരു സന്തോഷം. അതുപോലെ ശരിക്കും നമ്മൾ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നടക്കണ ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു സ്പേസ് ആണ്, അതായത് മറ്റേ ആനിലൊക്കെ നടന്നു വന്നുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെ സ്ഥലം. അവരിവിടെ ഇരുന്ന് അതൊക്കെ എൻജോയ് ചെയ്യായിരുന്നു. പലതരത്തിലുള്ള അനിമൽസ് ഉണ്ട്, കുറേ ഞാൻ നോക്കില്ല കേട്ടോ. മൃഗങ്ങൾക്ക് ഇടിവിടാൻ വേണ്ടിയിട്ടൊരു സ്ഥലം. എന്തായാലും പാവൻ ജംഡ് പവിലിയൻ. എനിക്ക് ആകെ അറിയാവുന്നൊരു പവിലിയൻ മറ്റേ സച്ചിൻ ഇതാണ്ടോ. എന്താ നേരെ ഓപ്പോസിറ്റ് സംഭവം. ഒരു പെർഫെക്റ്റ് ടൈമിങ് ആയി പോയി ശരിക്കും. കാരണം വെയിലൊക്കെ ഒതുങ്ങി അത്യാവശ്യം ഒന്ന് ശാന്തമായ ഒരു സമയമായിരുന്നല്ലോ. അതുകൊണ്ട് എനിക്ക് ശരിക്കും നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വെറുതെ കിട്ടില്ലെന്ന് പറഞ്ഞാൽ നല്ല കിട്ടില്ലാനായിട്ടുണ്ടോ ശരിക്കും. നമ്മൾ നമ്മുടെ മലയാളികളോട് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഹിൽ പാലസിന്റെ ഒരു 3-4 ഇരട്ടി ഉണ്ടാവും. 4 ഇരട്ടി അല്ല എന്ന് പറയാം, അത്രയും വലുതാണ് സംഭവം. കണ്ട് തീരും, അത്രയും ഭംഗിയാണ് ഓരോ ബിൽഡിങ്ങും പണിത് വെച്ചാണത്. പിന്നെ അതൊക്കെ ഏകദേശം പോകാൻ തുടങ്ങിയല്ലേ. നമ്മൾ പയ്യെ ചവിട്ടി പുറത്തോട്ടിറങ്ങി. അതൊരു ജുമാ മസ്ജിദല്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഈ വീഡിയോ ഡൽഹി വീഡിയോ ഇവിടെ പയ്യെ എൻഡ് ചെയ്യാം. ആക്ച്വലി ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ പയ്യെ ഓണായുണ്ട്. ഓണായി ഓഫാക്കി കളഞ്ഞല്ലോ നാലുകൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും. നമ്മളിവിടെ ഇറങ്ങാറായപ്പോഴത്തേക്ക് ഏകദേശം വെട്ടം വെളിച്ചമൊക്കെ ആയിട്ട് അതിനകത്ത് കറങ്ങി കിടന്ന് സമയം അറിയില്ല. ഒരുപാട് കാണാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു ടിക്കറ്റ് ഒരു 20 രൂപ ടിക്കറ്റ് എടുത്തായിരുന്നു എനിക്ക് ഇതിൻ്റെ അകത്തോട്ടം കയറാറുണ്ട്. പക്ഷെ അന്നേരം ഇത്രയും പോലെ എനിക്ക് കാണാൻ സമയം കിട്ടില്ല, അതും മിസ്സാവുണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം അടക്കുന്ന സമയമാണ്. എൻ്റെ ജാക്കറ്റ് അവരയിലാണ്, അതൊന്ന് മേടിക്കണം. വൺസ് മോർ ദാറ്റ് വ്യൂ. ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു സെറ്റപ്പ് ഇതിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റൊക്കെ വീണ്ടും നല്ല സെറ്റായിട്ടോ. ഞാൻ 2 ഫോട്ടോ എടുത്തു. ഒരു പയ്യനെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതാണ്ട് അടക്കുന്ന ടൈമായത് കാരണം കഴിഞ്ഞപ്പോൾ നല്ല കിട്ടില്ലാനായിട്ടോ. 5:30 അടക്കം പറഞ്ഞപ്പോൾ ശരിക്കും കുറച്ചൊരു സമയം കിട്ടുമായിരുന്നെങ്കിൽ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ കണ്ട് ആസ്വദിക്കാൻ. അവരോട് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമല്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഇവിടെ വന്നത് 3:30 കണ്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. 3:30 ആ ഒരു ടൈമിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള 2 മണിക്കൂർ ശരിക്കും പോയതറിഞ്ഞില്ല കേട്ടോ. ശരിക്കും ഇവിടെ ഇൻവോൾവ് ആയത് നിന്നു. നമ്മുടെ റെഡ് ഫോർട്ടിലെ കാഴ്ചകളപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് ഒരുപാട് ലെങ്ത് വീഡിയോ ആണ്. അത്യാവശ്യം കാണുവാനുണ്ട്, കാണിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ലാസ്റ്റ് ബോറടിയാവും ഒരു വലിയ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. വലിയ വീഡിയോ ആയിരുന്നു. അപ്പോഴത്തേക്ക് അടക്കുകയാണ്. അപ്പം അടുത്ത നമ്മുടെ ബസാറിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ. मगर उससे भी बहुत पहले भारत ने कई स्वर्णिम युग देखे थे, जैसे था हमारे देश का वैदिक युग। सरिता सरस्वती नदी के तीर बैठे जब ऋषि मुनि गंभीर, समिधाग्नि आहुति और यज्ञ तपस्या कर हुए सब प्रज्ञ, रचने लगे वो वेद पुराण ऋग अथर्व यजुर और साम।